വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. BCom BBA കഴിഞ്ഞതിന് ശേഷം എസ്പെഷ്യലി സ്റ്റുഡൻസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സാണ് MCom. അതുമാത്രമല്ല പ്രൊഫഷണൽ കോഴ്സായിട്ടുള്ള CA CMA ACCA ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കോഴ്സാണ് മാസ്റ്റർ ഓഫ് കോമേഴ്സ്. കാരണം MCom ബേസ് ചെയ്തിട്ട് തന്നെ ഒരുപാട് നമുക്ക് പോസ്റ്റുകൾ PSC ആവട്ടെ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോസ്റ്റുകളാവട്ടെ ഒക്കെ വിളിക്കാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് പാസ്സാകാനും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്നതുമായിട്ടുള്ള കോഴ്സാണ് MCom. സോ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് നമുക്ക് കേരളത്തിലെ MCom ചെയ്യാൻ ഇപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതും UGC റെക്കഗ്നിഷനും ഉള്ളതുമായിട്ടുള്ള യൂണിവേഴ്സിറ്റി. സോ അക്കാഡമിക് ഇയർ ഇതിൻ്റെ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷനൊക്കെ എടുത്ത് നിങ്ങളുടെ പഠനം ആരംഭിക്കാം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MComൻ്റെ ടോട്ടൽ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. അതുമാത്രമല്ല ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് വൈസ് ഡീറ്റെയിൽസിലോട്ട് നമുക്ക് 1 by 1 ആയിട്ട് കടക്കം ചെയ്യാം. അപ്പോൾ MCom ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസും ദെൻ ഓൾറെഡി അഡ്മിഷൻ എടുത്തുള്ള കുട്ടികൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിലത്തെ സബ്ജക്റ്റ് ഡീറ്റെയിൽസും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCom MA BCom BBA BA ഇതിനൊക്കെ ഓൺലൈനായിട്ട് അഡ്മിഷനും കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ നമ്മുടെ സ്ഥാപനത്തിലൂടെ ഓൺലൈനായിട്ട് അഡ്മിഷൻ എടുക്കാനും കോച്ചിങ്ങിനും താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആവുക. നമ്മൾ അസൈൻമെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതാണ് മാസ്റ്റർ ഓഫ് കോമേഴ്സ് പ്രോഗ്രാമിൻ്റെ സിലബസ് വരുന്നത്. ഓക്കെ, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി സിലബസ് ഡീറ്റെയിൽസിൽ ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ സെമസ്റ്ററിൻ്റെ ഡീറ്റെയിൽസ്. എല്ലാ സെമസ്റ്ററിലും 5 പേപ്പേഴ്സ് ഇതാണ് വരുന്നത്. സോ ആദ്യത്തെ സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള 5 സബ്ജക്ട്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ നമ്പർ 1 റിസർച്ച് മെത്തഡോളജി ആണ്. ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ദെൻ ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് തിയറി സബ്ജക്റ്റ്. മറ്റൊരെണ്ണം ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്, ലോ പേപ്പർ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്. ദെൻ ബിസിനസ് അനലറ്റിക്സ് ആണ് മറ്റൊരു സബ്ജക്ട്. ദെൻ ടാക്സ് പേപ്പർ, പ്രാക്ടിക്കൽ ടാക്സേഷൻ ആണ് വരുന്നത്. അതിൽ ഡയറക്റ്റ് ടാക്സിൻ്റെയും ഇൻഡയറക്റ്റ് ടാക്സിൻ്റെയും പ്രാക്ടിക്കൽ ഏരിയാസ് ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 5 സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് സെമസ്റ്ററിൽ. അതിൽ ആദ്യത്തെ ഒരു മെയിൻ പ്രോബ്ലം പേപ്പറും ബാക്കിയുള്ളവർക്ക് തിയറി പേപ്പറാണ്. തിയറി പേപ്പറിലോട്ട് പോകുമ്പോൾ അതിൽ ലോ പേപ്പർ കുറച്ചും കൂടിയും ടഫായിട്ടുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കവർ ചെയ്യാനുള്ളതുണ്ട്. ബിസിനസ് അനലറ്റിക്സ് നിങ്ങൾക്ക് മിക്കതും പുതിയൊരു സബ്ജക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ചൊരു ടച്ച് ഉള്ളത് ആദ്യത്തെ ഈ 2 പേപ്പേഴ്സ് ആയിരിക്കും. മെത്തഡോളജിയും ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഈ 3 പേപ്പേഴ്സും മിക്കതും നിങ്ങൾക്ക് പുതിയതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. ഇനി സെക്കൻഡ് സെമസ്റ്ററിലോട്ട് പോകുമ്പോൾ ഈ ബിസിനസ് ആൻഡ് സൈബർ ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിയറി പേപ്പറാണ്. ദെൻ ഇൻ്റർനാഷണൽ ബിസിനസ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മറ്റൊരു സബ്ജക്ട്. ദെൻ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് പ്രോബ്ലം പേപ്പർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. ദെൻ അത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും. ദെൻ ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ലെങ്തി പേപ്പറാണ്, ഒരുപാട് വായിക്കാനുണ്ട്. ദെൻ പിന്നെ വരുന്നത് ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്, ഒരു പ്രാക്ടിക്കൽ ഏരിയ ഒരുപാട് വരുന്നൊരു സബ്ജക്റ്റാണ്. ഏറ്റവും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സാം ഓപ്പൺ ബുക്ക് എക്സാമാണ്. ബുക്ക് തുറന്നു വെച്ച് എഴുതാൻ പറ്റുന്നുള്ളതാണ്. ബട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഒക്കെ ഇൻഡയറക്റ്റ് മോഡലുള്ള ചോദ്യങ്ങളാണ്. ബുക്ക് നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചിട്ടൊരു കാര്യമില്ല. നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണം. ഓപ്പൺ ബുക്കാണ് എക്സാം വരുന്നത് എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രം. ബുക്ക് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം നമ്മൾ നമ്മുടെ ഓൺ വേർഡ്സിൽ പ്രസൻറ്റ് ചെയ്യണം. ഒക്കെ പ്രാക്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങളാണ് വരാം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇനി തേർഡ് സെമസ്റ്ററിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് വരുന്നു. ദെൻ ഇൻകം ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്. ദെൻ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നതാണ് ഏത് സ്പെഷ്യലൈസേഷൻ വേണം. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട് ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ തന്നെ എടുക്കുക. കാരണം പല എക്സാമുകൾക്കും ഫിനാൻസ് സ്പെഷ്യലൈസേഷനുള്ള കുട്ടികൾ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് എടുത്ത് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾക്ക് നെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫിനാൻസ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അതിലത്തെ പല പേപ്പേഴ്സും ഉണ്ട്. കൂടുതൽ വരും. ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റിയിട്ട്, മണി മാർക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളാണ് പഠിക്കുക. മനസ്സിലാവുണ്ടോ?
ഇപ്പോൾ പല പോസ്റ്റുകളിലും അങ്ങനത്തെ ഉള്ള സബ്ജക്റ്റുകൾ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റും. അതല്ലാത്തവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ. ദെൻ മാർക്കറ്റിംഗ് ആണെങ്കിൽ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ മാർക്കറ്റിംഗ്. അതാണ് ഈ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷൻ എടുത്ത കുട്ടികൾക്ക് ഈ സബ്ജക്ട്സ് ഒന്നും നമ്മുടെ വല്ല കോമ്പറ്റേറ്റീവ് എക്സാമിന് യൂസ്ഫുൾ അല്ല. നേരെ മറിച്ച് ഫിനാൻസിൻ്റെ പേപ്പേഴ്സാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദെൻ ഇവിടെയാണെങ്കിൽ സർവീസ് ആൻഡ് റീറ്റെയിൽ മാർക്കറ്റിംഗ്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻ ഞാൻ പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. ഇനി ലാസ്റ്റ് സെമസ്റ്ററിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ മാനേജ്മെൻറ്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കാണ് ആദ്യത്തെ. പിന്നെ GST പേപ്പർ. പിന്നെ ഫിനാൻസുകാർക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വരുന്നു, മാർക്കറ്റിംഗുകാർക്ക് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് പ്രാക്ടീസ്. ഇതൊന്നും നമുക്ക് ഒറ്റ സ്ഥലത്ത് ആവശ്യമില്ല. ഇതാണെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ്. ദെൻ EDP ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ദെൻ നിങ്ങൾക്ക് പ്രൊജക്റ്റ് വിത്ത് വൈവ ലാസ്റ്റ് സെമസ്റ്ററിൽ വരുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ 4 സെമസ്റ്ററിലെയും പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ ക്രോസ് ബോർഡർ ഡിസിപ്ലിനാണ്, അത് വേറെ ഏതെങ്കിലും ഒരു അഡീഷണൽ പേപ്പർ നോക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിലെ സിലബസിൻ്റെ ഡീറ്റെയിൽസിലൂടെ അടക്കാം. നിങ്ങളിപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇതല്ലേ, അപ്പോൾ അത് ഒന്ന് നമുക്ക് കാണാം. അതിനുശേഷം ഓരോ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് അനാലിസിസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റിസർച്ച് മെത്തഡോളജി പേപ്പർ ആദ്യത്തെ നിങ്ങൾക്ക് 4 ബ്ലോക്കുകളായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ്. ആദ്യം റിസർച്ച് പ്രോസസ് ആൻഡ് റിസർച്ച് പ്ലാൻ. റിസർച്ചിൻ്റെ ബേസിക്സ് ആണ്. കൺസെപ്റ്റ് ഓഫ് റിസർച്ച്, മീനിങ്, ടൈപ്പ്, അപ്രോച്ചസ്, പിന്നെ റിസർച്ച് പ്രോസസ്സ്, അതിൽ റിസർച്ച് പ്രോബ്ലം, ഇതൊക്കെ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹൈപ്പോത്തസിസ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ റിസർച്ച് ഡിസൈൻ, റിസർച്ച് പ്രപ്പോസൽ, പിന്നെ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ സ്റ്റഡിയിൽ പോപ്പുലേഷൻ ആൻഡ് സാമ്പിളിംഗ് ടെക്നിക്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, സാമ്പിൾ സൈസ്, മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. മെഷർമെൻറ്റ് എന്താണ്, സ്കെയിലിംഗ്, ഡാറ്റ കളക്ഷൻ, ദെൻ ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ, ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ, റിപ്പോർട്ട് റൈറ്റിംഗ് ആണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത്ര ഡീറ്റെയിൽസ് ആണ് ആദ്യത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജിയിൽ വരുന്നത്. നന്നായിട്ട് വായിക്കാനുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്, തിയറി പേപ്പറാണ്. സോ ബിസിനസ് എത്തിക്സ്, എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് മാനേജിങ് എത്തിക്സ്, കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് CSR, നോളേജ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ 4 ബ്ലോക്കുകളാണ് വരുന്നത്. അതിൽ ആദ്യത്തെ ബിസിനസ് എത്തിക്സിൻ്റെ ബേസിക്സ്, ലീഗൽ സിസ്റ്റം, കോർപ്പറേറ്റ് കൾച്ചർ, ബേസിക്സ് ആണ്. അതിൻ്റെ തിയറീസാണ് പിന്നെ വരുന്നത് ബിസിനസ് എത്തിക്സിൻ്റെ. പിന്നെ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് മാനേജിങ് എത്തിക്സിൽ എന്താണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ മോഡൽസ്, ദെൻ മാനേജിങ് എത്തിക്സ്. പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് CSR ആണ്. കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റി നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും, CSRും പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് ഡെപ്തിൽ കാണാനുണ്ട് ഇവിടെ. ആൻഡ് ഫൈനലി നോളേജ് മാനേജ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ്, കോർപ്പറേറ്റ് എക്സലൻസ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ വരുന്നത്. മൂവിങ് ടു നെക്സ്റ്റ് സബ്ജക്ട്, ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്. ഞാൻ പറഞ്ഞു ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊരു പുതിയ കാര്യങ്ങളുണ്ടാവും, ഓൾറെഡി പഠിച്ച കാര്യങ്ങളും കുറച്ചൊക്കെ ഉണ്ടാവും. ലീഗൽ എൻവയോൺമെൻറ്റ് ആദ്യത്തെ ഒരുപാട് വായിക്കാനുണ്ട്. IPR, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, അതിൽ തന്നെ ലോനെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ, പ്രീ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ലോൻ്റെ കാര്യങ്ങൾ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, കമ്പനീസ് ആക്ട്, ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, IPR ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ട്രേഡ് മാർക്ക്, പേറ്റൻറ്റ്, അതിനൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കൊമേഴ്ഷ്യൽ ലോസ് ആൻഡ് റെഗുലേഷൻസ്, കോമ്പറ്റീഷൻ ആക്ട് 2002, IT ആക്ട് 2000, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഓൺലൈൻ കോൺട്രാക്ട്സ്. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്, FEMA എന്താണ് അതിൻ്റെ അഡ്ജുഡിക്കേഷൻ ആൻഡ് അപ്പീൽ. പിന്നെ ലോ റിലേറ്റിംഗ് ടു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ലോ റിലേറ്റിംഗ് ടു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. അപ്പോൾ ലോ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇത് അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് കേട്ടോ. ഇനി ബിസിനസ് അനലറ്റിക്സ്, ഞാൻ പറഞ്ഞു ഇതും നിങ്ങൾക്ക് കുറേയൊക്കെ പുതിയതായിരിക്കും പല കാര്യങ്ങളും. അതിൽ ബിസിനസ് അനലറ്റിക്സ് എന്താണ്, ERP, CRM, ടെക്നിക് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ, ടെക്നോളജി റിലേറ്റ് ചെയ്തുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട് അനലറ്റിക്സ്. പിന്നെ ഡിജിറ്റൽ ഡാറ്റ പ്രോസസ്സിങ് എന്താണ്, ഡിജിറ്റൽ ഡാറ്റ, OLTP, OLAP, DSS, EAS, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ബിസിനസ് ഇൻ്റലിജൻസ്, MBI, ബിസിനസ് ലെയർ, അഡ്മിനിസ്ട്രേഷൻ ലെയർ, അതിനെപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഡാറ്റ ഇൻ്റഗ്രേഷൻ ആൻഡ് മോഡലിംഗ്, ഡാറ്റ വെയർഹൗസ്, ഡാറ്റ മോഡലിംഗ്, ദെൻ എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ് ആണ് ലാസ്റ്റ് വരുന്നത് കേട്ടോ.
റിപ്പോർട്ടിംഗ്, പെർസ്പെക്റ്റീവ്, ബിസിനസ് പെർഫോമൻസ്, മെഷർമെൻറ്റ് ടൂൾസ്, പെർഫോമൻസ് അനാലിസിസ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഡിഗ്രിക്ക് അധികം പഠിക്കാൻ സാധ്യതയില്ല, പുതിയതാണ് നിങ്ങൾക്ക്. ആൻഡ് ഫൈനലി പ്രാക്ടിക്കൽ ടാക്സേഷൻ പ്രോബ്ലം പേപ്പറാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നോക്കാനുള്ള ഒരു സബ്ജക്റ്റ് ഇതാണ്. അക്കൗണ്ടിങ് ഫോർ GSTയും അക്കൗണ്ടിങ് ഫോർ ഇൻകം ടാക്സും. ആദ്യം GST ആണ്, അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് അണ്ടർ GSTയുടെ മൊത്തം കാര്യങ്ങൾ നമുക്കിവിടെ പ്രാക്ടിക്കൽ ഏരിയാസ് കവർ ചെയ്യാനുണ്ട്, നല്ല രീതിയിൽ കവർ ചെയ്യാനുണ്ട്. CGST, SGST, UTGST, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആദ്യത്തെ യൂണിറ്റ് ഒരുപാടുണ്ട്. പിന്നെ ഫയലിംഗ് ഓഫ് GST റിട്ടേൺ, അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ അക്കൗണ്ടിങ് ഫോർ ഇൻകം ടാക്സ് ആണ്, TDS ആൻഡ് TCS അക്കൗണ്ടിങ്, പിന്നെ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. കൂടുതൽ പ്രാക്ടിക്കൽ ടാക്സേഷൻ, അതുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ പേര് വരാൻ കാണുന്നത്. അപ്പോൾ ഇതാണ് 5 സബ്ജക്റ്റിൻ്റെ സിലബസ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് സെമിസ്റ്ററല്ലേ ഇപ്പോൾ നോക്കുന്നത്, അപ്പോൾ അത് ഈ ഒരു കാര്യങ്ങളാണ് അറ്റ് പ്രസൻറ്റ് അറിയേണ്ടത്. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ MCOMന് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികളും അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് ഫസ്റ്റ് സെമിസ്റ്റർ പഠിക്കാൻ ആരംഭിക്കുന്ന കുട്ടികൾക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെമിസ്റ്ററിലത്തെ ക്ലാസ്സസ് ഒക്കെ ആരംഭിച്ച് കഴിഞ്ഞു. അപ്പോൾ അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 10-ാം തീയതിയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക, നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.